ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുഷ്പമേളയുടെ ബാക്കി ഭാഗമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു, പൂക്കളുടെ കാഴ്ചകൾ. അതുകൊണ്ടാണ് വീഡിയോ പാർട്ട് 2 ആയിപ്പോയത്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ വീഡിയോ കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതും കണ്ടതിന് ശേഷം ഇതും കൂടെ കാണുക. പൂക്കളെയൊക്കെ ചെടികളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ സമ്മാനിച്ച നമ്മുടെ മറൈൻ ഡ്രൈവിലെ ഈ ഒരു പുഷ്പമേള വളരെയധികം ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ഇലച്ചെടികളും കാര്യങ്ങളും അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് അവരുടെ കാർഡ്സ് എല്ലാം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ലേ അത് കഴിഞ്ഞ ദിവസം പോയപ്പോ ആലപ്പുഴ കിസ് തന്നില്ലേ വെള്ളത്തിന്റെ അകത്ത് കിടന്നിട്ട് ഓർമ്മയില്ലേ? മെർമൈഡ് മെർമൈഡ് ഓറഞ്ച് 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 അങ്ങനെയുണ്ടോ? ഓറഞ്ച് മുളച്ച് ഓറഞ്ച് കാച്ചിരിക്കുന്നുണ്ടല്ലോ ഇല്ലേ? അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് പോവാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. നടുക്കായിട്ട് നമ്മുടെ റോസ്, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൺട്രോളൊക്കെ പോവും. അതുപോലെ ഉള്ള നല്ല റോസിൻ്റെ ഒരു കിളയായിരുന്നു അവിടെ. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ പ്ലാന്റ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ആൾക്കാരുടെ അവരുടെ ഡെക്കറേഷൻ കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ കാർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. ചേട്ടൻ അവരുടെ കാർഡൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. വെറുതെ നോക്കുവാണ്, വാങ്ങിക്കാനൊന്നുമില്ല. നല്ല സാധാരണക്കാരെ ആൾക്കാരുടെ ഒന്നും ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല. പിന്നെ വലിയ വലിയ ആൾക്കാർക്കും പിന്നെ ഈ വീടൊക്കെ നല്ല പുതുതായിട്ടൊക്കെ പണിയുന്ന ആൾക്കാർക്കൊക്കെ വാങ്ങിച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ ഒന്നും ബുക്കിൽ ഒതുങ്ങുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ കാർഡ് വായിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. ചെടികളുടെ പലതിൻ്റെയൊക്കെ പേരൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയായിരുന്നു. ചിലതൊക്കെ വായിക്കുമ്പോഴത്തേക്കും ചേട്ടനും കേശിട്ടനും കൂടെ ഭയങ്കര കളിയായിട്ടൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സെക്ഷൻ വന്നപ്പോഴത്തേക്ക് ഓർക്കിഡിൻ്റെ ഒരു കിളയായിരുന്നു. പിന്നെ കുറേ പൂക്കളൊക്കെ നമ്മുടെ ഈ ഓൾറെഡി കണ്ട വീട്ടിലൊക്കെ വളർത്തിയ ആ ഒരു ടൈപ്പൊക്കെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കര രീതിയിലൊക്കെ പൂക്കളുടെ മോഡലിലും സ്റ്റാറിൻ്റെ ഒക്കെ ഒരുപാട് ഷേപ്പിൽ നല്ല ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടോപ്പ് ആംഗിളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്ര ഭംഗിയായിരുന്നു. ലാസ്റ്റ് സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് പോകാൻ തോന്നില്ലായിരുന്നു. അതുപോലെ നല്ല ഭംഗിയിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ചെടിയുണ്ട്. പണ്ട് വീട്ടിൻ്റെ അടുത്ത് പാടത്തിൻ്റെ ഒരു സൈഡിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അത് എൻ്റെ ആലപ്പുഴക്കാർ നെയ്ബേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഈ ഒരു പൂ ഇതൊക്കെ അവിടെയൊക്കെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഒരുപാട് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. നേരത്തെ കാണിച്ച ആ ഒരു പാടത്തിൻ്റെ ആ ഒരു സൈഡിലത്തിൻ്റെ ആ ഒരു പൂവിൻ്റെ കൂടെ ഒരു കായൊക്കെ
ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കഴിക്കാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ ഇതൊക്കെ പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കാണുന്നത് കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ പോയപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത ഏരിയയാണ്. കണ്ടിട്ടാണെങ്കിൽ എനിക്ക് വാങ്ങാതെ പോകാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ വാങ്ങാനൊന്നും തോന്നില്ല. നല്ല അടിപൊളി കളേഴ്സിൻ്റെ ഒക്കെ നല്ല അടിപൊളി റോസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. എനിക്ക് കൂടുതലും കളർഫുള്ളായിട്ടുള്ള റോസസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടായിരുന്നു. അതിൽ നിന്ന് പൂവൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും കേശുട്ടിൻ്റെ മിസ്സിന് കൊണ്ട് കൊടുക്കാറുണ്ട്. എപ്പോഴും ഓരോ പൂവൊക്കെ പറിച്ചുകൊണ്ടാണ് പോവാറ്. മോൻ മാത്രമല്ല, ക്ലാസ്സിലെ മിക്ക കുട്ടികളും മിസ്സിന് പൂ കൊണ്ട് കൊടുക്കും. അപ്പോൾ മിസ്സൊരു മുസ്ലിമാണ്, എന്നാലും ആ ഒരു തട്ടത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ആ പൂ എപ്പോഴും വെച്ച് പിള്ളേരെ ഇങ്ങനെ കാണിച്ചൊക്കെ അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. ഒരു പ്രാവശ്യം ചേട്ടനത് അറിയാതെ കേശുട്ടിന് പൂ വേണമെന്നും പറഞ്ഞ് വാങ്ങിയല്ല, പോകുന്ന വഴി പറിച്ചു കൊടുത്തത് ചെമ്പരത്തി പൂവായിരുന്നു. ആ ചെമ്പരത്തി പൂ കണ്ടുടനെ മിസ്സിൻ്റെ വേറെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ കളിയാക്കുകയൊക്കെ ചെയ്തു എന്ന് മിസ്സ് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ചേട്ടൻ അറിയില്ലായിരുന്നു അത് കൊടുത്തത്. സൺഫ്ലവർ ഡാലിയ, അത് ജറബറ ഇതാണ് ഡറബറ. അതല്ല, അതാണ് ഡാലിയ. പരാഗം കേട്ടുണ്ടാവും. അപ്പുറത്തിരിക്കുന്ന ഒരു ചേച്ചിൻ്റെ അതിൻ്റെ അപ്പുറത്താ, അത് മേരി ഗോൾഡ്. ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും കേശുട്ടൻ പറഞ്ഞ അമ്മേ ഞങ്ങൾ നടന്നു വരുന്ന വീഡിയോ എടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് കേശുട്ടനും അച്ഛനും കൂടെ നടന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാ ഇനി എന്താ നടന്നു വരുന്ന വീഡിയോ എടുക്കാൻ പറയാം. നടന്നു വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കണോട്ടല്ല ഇങ്ങനെ നടക്കുന്നത്. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കേശുവിനെ ഒന്ന് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ തർക്കത്തിൽ അച്ഛനോട്ട് പിണങ്ങിയാണ് നടന്നു വന്നത്. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നടന്നപ്പോഴത്തേക്കും അവന് ഭയങ്കര കുശുമ്പാണ്. ഞങ്ങളുടെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വന്നേക്കും. അതിനുശേഷം അവന് നിർത്തിയും അല്ലാതെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ് ഞാൻ പറഞ്ഞില്ലേ ഓർക്കിഡ്. നല്ല ഭംഗിയുള്ള ഓർക്കിഡുകൾ കൊണ്ട് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാസ്റ്റ് സെക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടികൾ വാങ്ങിക്കാൻ പറ്റുന്ന പിന്നെ ആ ഒരു മേളയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു ചെടി കണ്ടു. നമ്മുടെ പറമ്പിലൊക്കെ അതിൻ്റെ വേറൊരു വെറൈറ്റിയൊക്കെ ചെടിയാണ്. ഈ ഒരു ചെടിക്ക് വില കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളുടെ കിളി പോയി. അതിനുശേഷം ആ ഒരു ചെടി ഇങ്ങനെ കണ്ടായിരുന്നു. അത് ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ അതിൻ്റെ വേറൊരു വെറൈറ്റിയൊക്കെ ഇപ്പോൾ അത് ഇവിടെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ വില 500 രൂപയും 1000 രൂപയും അതുപോലെയൊക്കെ ആയിരുന്നു. അങ്ങനെ പല പല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കാഴ്ചകൾ മാത്രമേ കാണൂ, ഒന്നും വാങ്ങിക്കാനൊന്നും പോണില്ല. അവിടെ വാങ്ങിക്കുന്ന ആൾക്കാരെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചെടികളുടെ വിത്തും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മേള കുറേ സാധനങ്ങളും പിന്നെ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞ് കേശുട്ടി നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കി. വാങ്ങിയൊന്നും കൊടുത്തൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിക്കാൻ വന്നത് ഈ ഒരു ഐറ്റമാണ്. ഇനി ഞങ്ങൾ ഇതുപോലെ തന്നെ മാംഗോ ഫെസ്റ്റിന് വന്നപ്പോഴത്തേക്ക് ഒരു മേളയിൽ ഇത് വാങ്ങിച്ചായിരുന്നു.
ഒരേ ഒരു ഐറ്റമാണ് നേരത്തെ കാണിച്ച ഒരു ഡ്രിങ്ക്. അത് ഭയങ്കര ഒരു ഓർഗാനിക്, നല്ല രസമാണ് അത് കുടിക്കാനായിട്ട്. പാഷൻ ഫ്രൂട്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ തീർന്നിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയത് അതിൻ്റെ തന്നെ മാംഗോയുടെ ചെറിയൊരു പാക്കാണ്. കേശുട്ടിന് വലിയ ഇഷ്ടമാണ്. അവരോട് ചോദിച്ചു മനസ്സിലാക്കി. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നിട്ട് ഈ ഒരു ടേസ്റ്റ് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഞാൻ പരാതി പറഞ്ഞു അവരോട്. അപ്പോൾ അവരുണ്ടാക്കുന്ന രീതിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അവരുടെ പേര് അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ശരിക്കും മറന്നുപോയി. പക്ഷെ അവർ നമുക്ക് സാമ്പിൾ തരുന്നത് തന്നെ കുടിച്ചാൽ തന്നെ നമ്മളത് വാങ്ങിപ്പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ വലുതായിട്ടൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. അവിടുന്ന് നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും കയറിയില്ല. ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് പോകാനായിട്ട്, കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് സൺസെറ്റ് കാണാനായിട്ടൊന്ന് ജസ്റ്റ് മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി. അതും ഒന്ന് സൺസെറ്റ് മൊത്തത്തിൽ കണ്ടില്ല, എന്നാലും ചെറിയൊരു ഭാഗം കാണുകയും ചെറിയൊരു വീഡിയോ എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കേശുട്ടിന് വിശന്നിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്താ